ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഫെമിനോ യൂണിസെക്സ് സ്റ്റുഡിയോ സെലൂണിലാണ്. സോ ഞാൻ എന്തിനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഗെസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ പറയുമെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. സോ ഫൈനലി ഐ ആം ഹിയർ ടു ഗെറ്റ് എ ഹെയർ കട്ട്. ഏകദേശം ഒരു 8-9 മാസമായിട്ട് എൻ്റെ ഹെയറിൽ പ്രത്യേകിച്ച് ഒരു കേൾസോ കാര്യങ്ങളോ ഒരു തരത്തിലുള്ള കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഹെയർ അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതാണ്. സീരിയസ്ലി ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ്. എനിക്ക് യൂഷ്വലി ഇങ്ങനെ പക്കാ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പാറ്റേണും ഇല്ലാതെ നോർമലി ഹെയർ വളരുന്നത് കാണാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് യൂഷ്വലി നല്ല ലെയേഴ്സും അതുപോലെ തന്നെ നല്ല ബൗൺസി ആയിട്ട് കിടക്കുന്ന ഹെയറാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഡീപ്പായിട്ടുള്ള ലെയേഴ്സ് ഹെയറിൽ ചെയ്യാനാണ്. ലെയർ കട്ടാണ്, പ്ലസ് നല്ല ഡീപ്പ് ലെയേഴ്സാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞത്. ഈ പുള്ളിക്കാരനാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്യുന്നത്. പുള്ളി ഹിന്ദിയാണ്. ഓൾറെഡി ഞാൻ പുള്ളിയോട് എനിക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു റെഫറൻസിലും കൂടെ ഞാൻ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു, ഇതുപോലെ തന്നെ എനിക്ക് വേണമെന്ന്. ആദ്യം ഇവരെനിക്ക് ഹെയറിൽ നല്ല ഹെയർ വാഷൊക്കെ നന്നായിട്ട് ചെയ്ത് തന്നു. അതിനുശേഷമാണ് ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്കിങ്ങനെ എൻ്റെ ഹെയർ കട്ട് അതുപോലെ എനിക്ക് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ മറ്റാര് ചെയ്യാനാണ്? നിങ്ങളും ലൈഫിൽ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളെ സെൽഫ്ലി ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഗുഡ്. ബിക്കോസ് അതായത് ഒരു രക്ഷയുമില്ല. കാരണം അതായത് കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് ആണ്. അവരെപ്പോഴും കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത് എന്തോ അതിനെ എൻഹാൻസ് ചെയ്താണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഹോണസ്റ്റായിട്ട് പറയാനുള്ളത്, എനിക്ക് നന്നായിട്ട് അത്യാവശ്യം കാര്യമായിട്ട് ഇവരുടെ സർവീസ് എനിക്ക് ഇഷ്ടമായി. സോ ഞാൻ പറഞ്ഞു ബാക്കിലൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ച് ലെയേഴ്സ് കൂടുതൽ വേണമെന്ന്. എങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഞക്ര എൻ്റെ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിടുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാകും ചിലപ്പോൾ. എങ്കിലും ഞാൻ ഹെയർ അല്ലേ വളരും, നമുക്ക് ഔട്ട്ലുക്ക് അടിപൊളിയായിരുന്നാൽ മതിയല്ലോ, അത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇരിക്കുവാണ് എന്താവുമെന്ന്. അപ്പോൾ ഹെയറൊക്കെ അത്യാവശ്യം കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് വീണ്ടും അവരെനിക്ക് അത്യാവശ്യം കുറച്ചുകൂടെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി. അതിനുശേഷം ബ്ലോ ഡ്രൈ ആണ്. ഹെയറിൽ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിടുവാണ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ അവർ നന്നായിട്ട് എനിക്ക് ഒന്ന് കേളി പോലെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ യൂഷ്വലി കുറേ പേര് പറയും ഹെയർ കട്ട് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് സ്റ്റൈൽ ചെയ്തിടുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു വാഷൊക്കെ കഴിയുമ്പോൾ പോയി നോർമൽ ഹെയർ വരത്തില്ലെന്ന് ഒരുപാട് പേര് പറയും. പക്ഷേ യൂഷ്വലി അത് സത്യമാണ്. ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഹെയറിലുള്ള കേൾസും കാര്യങ്ങളൊക്കെ പോയി നോർമൽ ആവുമെങ്കിലും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ലെയേഴ്സ് ഹെയറിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഹെയർ ആ ഒരു ടെക്സ്ചർ നമ്മൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഇട്ട് ഹെയർ എപ്പോഴും കീപ്പ് ചെയ്തിരുന്നാൽ ഹെയർ നന്നായിട്ട് ആ ഒരു ലെയേഴ്സൊക്കെ എൻഹാൻസ് ചെയ്ത് കാണും. സോ എൻ്റെ ഈ ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് അറിയേണ്ടതായുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബിക്കോസ് ഞാനൊരു റെഫറൻസ് മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അതുപോലെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. സോ ഞാൻ എങ്ങനെ പറഞ്ഞോ അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒരു പടി മേലെ അവരെനിക്ക് ചെയ്തു തന്നു. ഞാൻ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഹെയർ കണ്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയും ലെയേഴ്സ് എന്ന് പറയുന്നത് ബാക്കിലായാലും ഫ്രണ്ടിലായാലും വളരെ അടിപൊളിയായിരുന്നു. സോ നൗ ഐ ആം ഒബ്സസ്ഡ് വിത്ത് മൈ ഹെയർ. ബിക്കോസ് ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റായിരുന്നു. ഞാൻ ഒരിക്കലും റീഗ്രറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അത്രയും അടിപൊളിയായി ലൈഫിൽ എൻ്റെ ഫസ്റ്റ് ഹെയർ കട്ടാണ് ഇത്രയധികം എനിക്ക് ഇഷ്ടമായത്. കാരണം ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ കാണിച്ചു കൊടുത്തത്. ആ പിക്ചറിനെക്കാട്ടിലും എനിക്കിഷ്ടമായി എൻ്റെ സെൽഫ് ഹെയറിൽ എനിക്ക് ചെയ്ത് തന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.